ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ 2016 യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിന് ചോദിച്ച കണക്കിലെ 10 ചോദ്യങ്ങൾ. അപ്പോൾ ഡിഗ്രി ലെവൽ എക്സാം 2020 ഒരുപാട് വരുന്നുണ്ട്. യൂണിഫോം തസ്തികകളിൽ ഏറ്റവും പ്രധാനമായ SI എക്സാം വരുന്നുണ്ട്. പിന്നെ എക്സൈസ് ഇൻസ്പെക്ടർ വരുന്നുണ്ട്. CBCID എന്നൊരു എക്സാം വരുന്നുണ്ട്. അങ്ങനെ ഡിഗ്രി ലെവൽ ഒരുപാട് എക്സാം വരുന്നുണ്ട്. അപ്പോൾ ഡിഗ്രി ലെവൽ 10 ടോപ്പിക്കാണ്. ആ 10 ടോപ്പിക്കും കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. അതിലേറ്റവും പ്രധാനം ഈ 10 മാർക്കിന് കണക്കിലെ ചോദ്യങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യ ചോദ്യം, ഇൻ ഹൗ മെനി ഇയേഴ്സ് വിൽ എ സം ഓഫ് 1 triple itself the rate of interest being 10%? അപ്പോൾ ചോദ്യം, എത്ര വർഷം കൊണ്ടാണ് ഒരു നിശ്ചിത തുക 3 ഇരട്ടി ആകുന്നത്? അതിൻ്റെ റേറ്റ് 10% ആയാൽ, അപ്പോൾ 10% റേറ്റുള്ള ഒരു നിശ്ചിത തുക 3 ഇരട്ടിയാകാൻ എത്ര വർഷം എടുക്കും എന്നാണ് ചോദ്യം. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം കണ്ടു കഴിഞ്ഞാൽ ബേസ് ആയിട്ട് ഒരു ഇക്വേഷൻ കാണാൻ പഠിക്കുക. അതായത് ഒരു നിശ്ചിത തുക ഒരു നിശ്ചിത റേറ്റിൽ ഇരട്ടിയാകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇരട്ടിയാകാൻ എടുക്കുന്ന വർഷം ചോദിച്ചാൽ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 100/r. എന്തുവാണ്? റേറ്റ്. അപ്പോൾ ഒരു തുക ഇരട്ടിയാകാൻ എടുക്കുന്ന വർഷം 100/r. ഒരു തുക 3 മടങ്ങാകാൻ എടുക്കുന്ന വർഷം എന്ന് പറയുന്നത് 200/r. ഓക്കെ. അപ്പോൾ അടുത്ത് വീണ്ടും പറയുവാണ്, ഒരു തുക 4 മടങ്ങാകാൻ എടുക്കുന്ന വർഷം ചോദിച്ചാൽ 300/r. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? അതായത് ഇരട്ടിയാകാൻ 100 എടുത്തു, 3 ഇരട്ടിയാകാൻ 200 എടുത്തു, 4 ഇരട്ടിയാകാൻ 300 എടുത്തു, അങ്ങനെയെങ്കിൽ 7 ഇരട്ടിയാകാൻ 600 എടുക്കും. അതാണ് ലോജിക്. അപ്പോൾ അതാണ് ബേസിക് ഇക്വേഷൻ. ഇനി ഇവിടെ താഴെ നമ്മൾ r എഴുതി. ഇനി ഇവിടെ rന് പകരം n തരാം. വർഷമായാലും റേറ്റ് എത്രയും ചോദിച്ചാലും വേറെ ഒന്നുമില്ല, ഈ ആറിൻ്റെ സ്ഥലത്ത് എന്നിനെ റീപ്ലേസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ട്രിപ്പിൾ ഇറ്റ്സെൽഫ് 3 ഇരട്ടിയാണ് ആകുന്നത്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ ഏതെടുക്കും? 200/r. അപ്പോൾ 200/10 ചെയ്യുമ്പോൾ 20 എന്ന് കിട്ടും. ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പോൾ ഒരൊറ്റ സെക്കൻഡിൽ ലഭിക്കുന്ന ആൻസർ. അടുത്ത ചോദ്യം, ഇഫ് 4 taps can fill a tank in 10 hours, then how many hours can 6 taps fill the same tank? അപ്പോൾ 4 ടാപ്പുകൾ 10 മണിക്കൂർ കൊണ്ട് ഒരു ടാങ്ക് ഫില്ല് ചെയ്യും എങ്കിൽ 6 പൈപ്പുകൾ എത്ര സമയം വേണ്ടി വരും? അപ്പോൾ ഇത് നമ്മുടെ വർക്ക് ആൻഡ് ടൈമിൽ സെയിം ടൈപ്പ് പ്രോബ്ലം തന്നെയാണ്. അതായത് 6 ടാപ്പിന് 6 man എന്ന് പറയാം, 10 hour തന്നെ. 6 ടാപ്പിന് 6 man എന്ന് സാധാരണ പറയും. അവിടെ ടാപ്പ് എന്ന് റീപ്ലേസ് ചെയ്തിരിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ബേസിക് ഇക്വേഷൻ എന്താണ്? M1D1 = M2D2 അല്ലെങ്കിൽ M1T1 = M2T2. ഈ M1 എന്തുവാണ്? 4 ആണ്. 4 × 10 hour. T 10 ആണ്. 10 = 6 × x ആണ് നമുക്ക് അറിഞ്ഞുകൂടാത്തത്. ഇനി x കാണാൻ 4 × 10/6 2 പ്രാവശ്യം 3 20/3 ചെയ്യാം. 20/3 6×3 18 ശിഷ്ടം 2. ഇനി എങ്ങനെ എഴുതും? ഈ ആൻറ്റി ക്ലോക്ക് വൈസിൽ എടുക്കുക. 6 3 2 6 3 2 6 3 2 ഉള്ളത് ഓപ്ഷൻ എ ആണ്. 6 3 2 അവർ. അടുത്ത ചോദ്യം, മനുസ് ഏജ് ഈസ് 6 times ബിനുസ് ഏജ്. 15 years hence മനു വിൽ ബി 3 times as old as ബിനു. ഫൈൻഡ് ബിനുസ് ഏജ്. അപ്പോൾ 2 വ്യക്തികളാണ്, മനു ബിനു. ആദ്യം പറയുന്നു മനുസ് ഏജ് 6 times ബിനൂസ് ഏജ് 6:1. ഇത്ര എഴുതാൻ പഠിക്കുക. 15 years hence 15 വർഷം കഴിഞ്ഞിട്ട് മനൂസ് വിൽ 3 times 3:1 3 times old as ബിനു.
ഫൈൻഡ് ബിനൂസ് ഏജ്. അപ്പോൾ നമ്മൾ ഇത്രയും എഴുതിയാൽ നമ്മൾ ആൻസറിലെത്തി. ഇനി ചെയ്യേണ്ടത് വർഷം ഇൻറ്റു 15 ഇൻറ്റു നമ്മൾ മാർക്ക് ചെയ്തില്ലേ, റൗണ്ട് ചെയ്തത് ഇൻറ്റു 1 ഇൻറ്റു ഈ റൗണ്ട് എങ്ങനെയാണ് മാർക്ക് ചെയ്തത്, ബിനുവിൻ്റെ ഏജല്ലേ കാണേണ്ടത്, അതാണ് നമ്മൾ റൗണ്ട് ചെയ്തത്. 1 ഇൻറ്റു ഈ റേഷ്യോ എഴുതിയതിൻ്റെ ഓപ്പോസിറ്റ് ഇവ തമ്മിലുള്ള വ്യത്യാസം 3, 1 അവ തമ്മിലുള്ള വ്യത്യാസം 2 ഡിവൈഡ് ബൈ ഈ റേഷ്യോ തമ്മിൽ ഗുണിച്ച് അവയുടെ വ്യത്യാസം 1 ഇൻറ്റു 6 മൈനസ് 1 ഇൻറ്റു 3 6 മൈനസ് 3 3 5 3 15 5 ഇൻറ്റു 2 10 ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പോൾ ഈ ഒരു ലോജിക്ക് ഇത് ചെയ്യാൻ ഉപയോഗിക്കുക. അടുത്ത ചോദ്യം, എ ആൻഡ് ബി ടുഗദർ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 12 days ആൻഡ് എ അലോൺ ക്യാൻ കംപ്ലീറ്റ് ദ വർക്ക് ഇൻ 18 days. ഹൗ മെനി വിൽ ബി അലോൺ ടേക്ക് ടു കംപ്ലീറ്റ് ദ ജോബ്? അപ്പോൾ എയും ബിയും 2 വ്യക്തികൾ അവർ ഒരുമിച്ച് വർക്ക് ചെയ്താൽ 12 ദിവസവും എ ഒറ്റയ്ക്ക് 18 ദിവസം എടുക്കും. അങ്ങനെയെങ്കിൽ ബി ആ ജോലി ചെയ്യാൻ എത്ര ദിവസം എടുക്കും? ഇതിനൊരു ബേസിക് ഇക്വേഷൻ ഓർത്തിരിക്കുക, എ ഇൻറ്റു ബി ബൈ എ മൈനസ് ബി. കാര്യം കഴിഞ്ഞു. എ ഇൻറ്റു ബി മൈനസ് എ മൈനസ് ബി. അപ്പോൾ എ നമ്മൾ ഇവിടെ 12 ആയിട്ട് എടുക്കുക, ബിയെ നമ്മൾ 18 ആയിട്ട് എടുക്കുക, അല്ലെങ്കിൽ ബി 18 എ 12 എങ്ങനെയായാലും കുഴപ്പമില്ല. അപ്പോൾ 12 ഇൻറ്റു 18 എ മൈനസ് ബി, 18 മൈനസ് 12 6 3 ഇൻറ്റു 12 36 എന്ന് കിട്ടും. ഓപ്ഷൻ സി ആണ് ആൻസർ. അപ്പോൾ ഇവിടുത്തെ ചോദ്യ ഫോർമാറ്റ് ഒന്ന് ഓർത്തിരിക്കുക, എയും ബിയും ഒരു ദിവസം നിശ്ചിത വർക്ക് ചെയ്യും, എ ഒറ്റയ്ക്ക് ഇത്ര ദിവസം പറഞ്ഞ് ചെയ്യും, എങ്കിൽ ബി ബാക്കിയുള്ള വർക്ക് അല്ലെങ്കിൽ ആ സെയിം വർക്ക് ബി ചെയ്യാനെടുക്കുന്ന സമയം ചോദിച്ചാൽ എ ഇൻറ്റു ബി ഡിവൈഡ് ബൈ എ മൈനസ് ബി. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ ടൈം ടേക്കൺ ബൈ 180 meter ലോങ് ട്രെയിൻ റണ്ണിങ് 54 km/h ടു ക്രോസ് എ മാൻ സ്റ്റാൻഡിങ് ഓൺ ദ പ്ലാറ്റ്ഫോം. 180 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി 54 km/h വേഗതയിൽ പോവുകയാണെങ്കിൽ ഒരു സ്റ്റാൻഡിങ് എ മാൻ, ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു മനുഷ്യൻ നിൽക്കുകയാണ്, അദ്ദേഹത്തെ കടന്നു പോകാൻ എടുക്കുന്ന സമയമാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ബേസിക് ഇക്വേഷൻ സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. ഇവിടെ ടൈമാണ് ചോദിച്ചിട്ടുള്ളത്. ടൈം ആകുമ്പോൾ ഡി ബൈ എസ് എന്നാവും. ഡിസ്റ്റൻസ് ഇവിടെ എത്രയാണ്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 180 മീറ്റർ ആണ്. യൂണിറ്റ് എല്ലാം ശ്രദ്ധിക്കുക. സ്പീഡ് എത്രയാണ്? 54 km/h ആണ്. നമുക്കിവിടെ മീറ്ററിലാണുള്ളത്. അപ്പോൾ 54 km/h മീറ്റർ പെർ സെക്കൻഡിലാക്കാൻ 5/18 കൊണ്ട് ഗുണിക്കും. താഴെയാണ് 18 വരേണ്ടത്, അതിനെ മേളിൽ ആക്കുന്നു. ഇനി നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്യാം. 18ൽ 3 പ്രാവശ്യം 3 60 60/5 12 സെക്കൻഡ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ചോദ്യം, എ ഗാർഡൻ ഈസ് 90 meter ലോങ് ആൻഡ് 75 meter ബ്രോഡ്. എ പാത്ത് 5 meter wide is to be built outside around it. Find the area of path. അപ്പോൾ ഒരു ഗാർഡനാണ്. അതിൻ്റെ നീളം എന്ന് പറയുന്നത് 90, വീതി എന്ന് പറയുന്നത് 75. ഇവിടെ പറയുന്നു അതിന് ചുറ്റും ഒരു പാത്ത് നിർമ്മിക്കുവാണ്. അതിൻ്റെ വീതി എന്ന് പറയുന്നത് 5 മീറ്ററാണ്. എങ്കിൽ ആ പാതയുടെ വീതിയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പാതയുടെ, അതായത് ഗാർഡൻ്റെ ഔട്ട്സൈഡാണല്ലോ ഈ പാത്ത് നിർമ്മിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഒരു ഇക്വേഷൻ ഒന്ന് കാണാൻ ഓർത്തിരിക്കുക. 2x ഇൻറ്റു എൽ പ്ലസ് ബി പ്ലസ് 2x. കാര്യം കഴിഞ്ഞു. അല്ലെങ്കിൽ ഈ അകത്തെ ചതുരത്തിൻ്റെ ഏരിയ കാണണം, വെളിയിലെ ചതുരത്തിൻ്റെ ഏരിയ കാണണം, അവ തമ്മിൽ കുറയ്ക്കണം. ഒരുപാട് സമയം എടുക്കും. ഈ ഒരു ലോജിക്ക് ഉണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷൻ പഠിച്ചാൽ എളുപ്പത്തിൽ ചെയ്യാം. 2x ഇൻറ്റു എൽ പ്ലസ് ബി പ്ലസ് 2x. എക്സ് എന്തുമാണ്? പാതയുടെ വീതി, എല്ല് ആ ഗാർഡൻ്റെ നീളം, ബി എന്ന് പറയുന്നത് ആ ഗാർഡൻ്റെ ബ്രെഡ്ത്ത്.
ഇനി നമ്മൾ വാല്യൂ കൊടുക്കുന്നത് 2 × x 2 × 5 10 എൽ പ്ലസ് ബി 90 പ്ലസ് 75 പ്ലസ് 10. അപ്പോൾ 75ഉം 10ഉം 85ഉം 90ഉം 175ഉം 175 × 10 1750 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, വാട്ട് നമ്പർ ഷുഡ് ബി സബ്ട്രാക്റ്റഡ് ഫ്രം ഈച്ച് ഓഫ് ദ നമ്പേഴ്സ് 23, 30, 57 and 78 so that the remainders are in the proportion. ഇവിടെ 4 സംഖ്യകൾ തന്നിട്ടുള്ളതിൽ ഏത് സംഖ്യ കുറച്ചാലാണ് ഇവ അനുപാതത്തിലാകുന്നു എന്നാണ് ചോദ്യം. അപ്പോൾ 23 അനുപാതത്തിലാകുമ്പോൾ അതെങ്ങനെ വരും? 23 / 30 = 57/78. ഇങ്ങനെയാണ് റേഷ്യോയിൽ വരുന്നത്. അപ്പോൾ ഏത് സംഖ്യ കുറച്ചാൽ? ഓപ്ഷൻ സി. ഇത് നമ്മൾ ഓപ്ഷനിൽ നിന്ന് തന്നെ ചെയ്ത് നോക്കണം. അപ്പോൾ സി എടുക്കുകയാണ്, ഓപ്ഷൻ 6 എടുക്കുകയാണ്. അപ്പോൾ 23 നിന്ന് 6 കുറച്ചാൽ 17, 24 = 51 / 72. അപ്പോൾ ഇവിടെ റേഷ്യോ എടുക്കുകയാണെങ്കിൽ 17 × 3 51, 24 × 3 എന്ന് പറയുന്നത് 72. അപ്പോൾ ഇതാണ് ഒരു റിമൈൻഡേഴ്സ് ആർ ഇൻ പ്രൊപ്പോർഷനിൽ വരുന്നത്. ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് നമ്പേഴ്സ് ഈസ് ഡിവിസിബിൾ ബൈ 33? തന്നിട്ടുള്ള ഏത് സംഖ്യയാണ് 33 കൊണ്ട് പൂർണ്ണമായും ഭാഗിക്കാൻ പറ്റുന്നത്? അപ്പോൾ ആദ്യം നമ്മൾ അറിയേണ്ടത് 33 3ൻ്റെ ഘടകമാണ്, 11ൻ്റെ ഘടകമാണ്. അപ്പോൾ ഒരു സംഖ്യ 3ൻ്റെ ഡിവിസിബിൾ ആകുന്ന കണ്ടീഷൻ എന്തുവാണ്? ആ തന്നിട്ടുള്ള സംഖ്യയുടെ തുക 3ൻ്റെ ഗുണിതമായിരിക്കും. ഇവിടെ നോക്കാം, 3, 6, 9, 10. അപ്പോൾ ഇത് വരത്തില്ല. 4, 3, 4, 5, 4, 9, 9, 7, 16. ഇതും വരത്തില്ല. അടുത്ത് നോക്കാം, ഇത് 9 കിട്ടും, ഇത് 5, 4, 9, 12 കിട്ടും. അപ്പോൾ സിയും ഡിയും 3ൻ്റെ ഗുണിതമാണ്. ഇനി ഈ 33 11ൻ്റെ ഘടകമാണല്ലോ. അപ്പോൾ 11 കൊണ്ട് എങ്ങനെയാ ഒരു സംഖ്യ ഡിവിസിബിൾ ആകുന്നത്? ഒന്നിടവിട്ടുള്ള സംഖ്യകളുടെ തുകകളുടെ വ്യത്യാസം 0 ആയിരിക്കും. ഇവിടെ നോക്കാം, 3 + 2 5, 3, 2, 5, 1, 3, 4. അവിടെ വ്യത്യാസം 1 ആണ് വരുന്നത്. ഇവിടെ നോക്കാം, 4, 2, 6, 5, 1, 6. ഇവിടെ വ്യത്യാസം 0 ആണ് വരുന്നത്. അങ്ങനെയെങ്കിൽ ഓപ്ഷൻ ഡി ആയിരിക്കും 2145. അടുത്ത ചോദ്യം, ഇഫ് y - x / x = 3/8 ഫൈൻഡ് y = x. ആദ്യം തന്നെ നമുക്ക് ക്രോസ് ചെയ്തങ്ങ് ചെയ്യാം. 8 × y - x = 3x. ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് 8y - 8x = 3x. ഈ 8x അപ്പുറത്തുമ്പോൾ +8x ആവും. അപ്പോൾ 8y = 11x. അപ്പോൾ നമുക്ക് y = x ആണ്. അപ്പോൾ y/x എന്ന് പറയുന്നത് 11 / 8. അപ്പോൾ 11:8. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ചോദ്യം, HCF ഓഫ് 36 and 264 ഈസ്. അപ്പോൾ തന്നിട്ടുള്ള രണ്ട് സംഖ്യയുടെ HCF ആണ് ചോദിച്ചിട്ടുള്ളത്. HCF എങ്ങനെ ചെയ്യും? 36, 264. ആദ്യം ഏറ്റവും ചെറിയ ഘടകസംഖ്യയായ 2 കൊണ്ട് ചെയ്യുക. 18, 1, 3, 2. 18ൽ 2 9 പ്രാവശ്യം 6, 6. അടുത്ത 3 പ്രാവശ്യം 2, 2. ഇനി കോമൺ ഫാക്ടർ ഉണ്ടോ? 1 ഉള്ളൂ. അപ്പോൾ ബാക്കി ചെയ്യേണ്ട. ഇനി ചെയ്യേണ്ടത് ഇവ തമ്മിൽ ഗുണിച്ചൊന്ന് എഴുതിയാൽ മതി. 2 × 2 4, 4 × 3 12. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അപ്പോൾ കണക്കിൽ ഇത്രയുമാണ് ചോദിച്ച ലളിതമായ ചോദ്യങ്ങൾ. അപ്പോൾ വർക്കൗട്ട് ചെയ്താൽ തീർച്ചയായും നല്ലൊരു മാർക്ക് ഈ മേഖലയിൽ സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുമായിരിക്കും. താങ്ക് യു.